ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് റൈസ് ആണ്. ഇത് ബിഗിനേഴ്സ് ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണ്. മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. നല്ല മൈൽഡായിട്ടുള്ള മസാലാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മസാലകൾ അധികം യൂസ് ചെയ്തിട്ടില്ല. മൈൽഡായിട്ടുള്ള ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൈസ് തീർച്ചയായിട്ടും ഇഷ്ടാവും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ആ അലുമിനിയം ഫോയിലിനകത്ത് മുട്ട തന്നെയാണ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടും. മാത്രമല്ല വെളിയിലൊന്നും ആവുകയും ചെയ്യില്ല. അതിനാണ് അങ്ങനെ യൂസ് ചെയ്തത്. ഇതൊരു ടിപ്പായിട്ട് കൂടെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മുട്ട പൊട്ടാതെ കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനിയൊരു സ്റ്റൗവിൽ ഞാൻ ബസ്മതി അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പരസ്പരം ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. മാത്രമല്ല ഇത് പകുതി വേവിച്ചെടുക്കാൻ പാടുള്ളൂ. വീണ്ടും നമ്മൾ പാനിലിട്ടിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ട. അതുകൊണ്ട് ഓവർ കുക്കാവാൻ പാടില്ല അരി. മുട്ടയും ചോറും റെഡി ആയിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മസാലകളും നമ്മൾ ചേർക്കേണ്ടതാണ്. നിങ്ങൾ എങ്ങനെയാണോ അരി എടുക്കണം അതിനനുസരിച്ചുള്ള മസാലകൾ ആഡ് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഇല്ല അതിൽ. ഞാൻ സവാള ഒരു 3-4 എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചാണ് ഇതിട്ട് കൊടുക്കാം നമുക്ക് ഈ എണ്ണയിലേക്ക്. കുറച്ച് ഉപ്പും ഇടാം. അപ്പോൾ പെട്ടെന്ന് സോട്ടായി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് എല്ലാ മസാലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, മല്ലിപ്പൊടി. ഇത് ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ട്, ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചവാസനയൊക്കെ പോകണം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് പുതിന ഇലയാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്തില്ലെങ്കിലും വിരോധമില്ല, വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് മല്ലിയില, ഇത് കുറച്ചധികം ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മുട്ട പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീണ്ടും എൻ്റെ മക്കളുടെ ഫേവറേറ്റ് റൈസാണത്. അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചോറുണ്ടോളും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും എളുപ്പമാവുള്ളൂ. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്താൽ എല്ലായിടത്തും നമുക്ക് ഇളക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മസാലാസൊക്കെ ശരിക്കും പിടിക്കുകയില്ല. വളരെ സൂക്ഷിച്ചിട്ട് വേണം ചോറും മസാലാസും തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട്. നല്ല ജെൻറ്റിലായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോവും. ഒരു മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കണം. എന്നാലേ നന്നായിട്ട് ചോറും മസാലാസും തമ്മിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മുടെ എഗ് റൈസ് റെഡിയായെന്ന്. അധികം ജോലികളേ ഇല്ല അതിൽ ചെയ്യാനായിട്ട്. അരിയാണെങ്കിൽ ബസ്മതി അരി പകുതി വേവാനേ പാടുള്ളൂ. പിന്നെ മുട്ട വേവിച്ചെടുക്കണത്. ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ടൈം വളരെ സേവ് ചെയ്യാൻ പറ്റും ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. ഒരു പ്രാവശ്യം എല്ലാവരും ഈ എഗ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.